നമസ്കാരം, ഞാൻ സതീഷ് വയനാട് വണ്ടിമലി. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇതുവരെ ഒരു ഓട്ടം വന്നാണ് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് മുത്തങ്ങ, നമ്മുടെ കേരള കർണാടക ബോർഡർ ഉണ്ടല്ലോ, ചെക്ക് പോസ്റ്റ്. അപ്പൊ ഇവിടെ മുത്തങ്ങയില് ഇതിന്റെ അടുത്ത് വരെ ഞാനൊരു ഓട്ടം വന്നു. ഓട്ടം വന്ന സമയത്ത് എനിക്ക് തോന്നി മുത്തങ്ങ കണ്ടിട്ട് കുറെ ദിവസമായി, മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട്. അപ്പൊ എന്തായാലും ഇവിടെ പഴയ പോലെയൊക്കെ ആണോ ഇവിടുത്തെ കാര്യങ്ങള് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളും കുറെ തട്ടുകടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ രാത്രികാല യാത്രാ നിരോധനത്തെ തുടർന്ന് ഇല്ലാതായി. അപ്പൊ ഇല്ലാതായി കഴിഞ്ഞപ്പോ ഇവിടെയൊക്കെ ആളുകൾ രാത്രി വൈകുന്നേരമായി കഴിഞ്ഞ് കുറഞ്ഞു. ബത്തേരി ടൗണിലൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇതിലെ വരുന്ന വഴിയിലൊക്കെ കുറെ കടകൾ അടഞ്ഞു കിടക്കുന്നതാണ്. അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി ഇന്ന് ഇവിടെ ഒന്ന് ചെക്ക് പോസ്റ്റിന്റെ ഇവിടെ ഒന്ന് വന്ന് കറങ്ങിയിട്ട് പോവാന്ന്. ഫോറസ്റ്റ് ആണ് കേട്ടോ, ആനയുള്ള സ്ഥലമാണ്. ഇതാ ഈ ലോറി കിടക്കുന്നുണ്ട്, ഇതാ അപ്പുറമൊക്കെ ഫോറസ്റ്റ് ആണ്, അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മളിതായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആന വന്ന് തമ്പടിക്കുന്ന സ്ഥലമാണ്. അപ്പോ ഇതിന് കുറച്ചപ്പുറം വരെയും കൂടി പോകണം എന്നുണ്ടായിരുന്നു. നമ്മുടെ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് അഡ്വഞ്ചർ ട്രക്കിംഗ് ഉണ്ടല്ലോ, വനത്തിനുള്ളിലൂടെയുള്ള ട്രക്കിംഗ്, അതിന് കൊണ്ടുപോകുന്ന സ്ഥലം ഇതിന്റെ അപ്പുറത്താണ്, തെറ്റപ്പുറത്താണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിനുള്ളിലൂടെ പോയിട്ട് നമുക്ക് കുറെ വന്യമൃഗങ്ങളെ കണ്ട് കുറെ കിലോമീറ്റർ അതിനുള്ളിലൂടെ വനപാലകർ നമ്മളെ കൊണ്ടുപോകും അവരുടെ ബസ്സിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് അങ്ങനെ രാവിലെ നേരത്തെ വന്ന് ഒരു 7 മണിക്കാണ് തോന്നുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയമൊക്കെ പിന്നീട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ നമുക്ക് അതിന്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആന ഇറങ്ങുന്നത് കൊണ്ട്, ഇവിടെ മാത്രമല്ല നമുക്ക് തിരിച്ചു പോകേണ്ടതും ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ തന്നെയാണ്. അപ്പൊ ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് അധികം ദൂരം അങ്ങനെ പോകാൻ പറ്റില്ല. എന്നാലും വേണ്ടി നമുക്ക് ഇവിടെ വൈൽഡ് ലൈഫ് സാഞ്ചുറി വരെ നമുക്കൊന്ന് പോയിട്ട് അവിടെ ആ സ്ഥലം ഒന്ന് വെറുതെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം, അവിടുത്തെ ഗേറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ 10 മണി വരെ രാവിലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുണ്ട്. സമയമൊക്കെ ഇതിലിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മള് കാണിച്ചില്ലേ, അപ്പൊ അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ വളരെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കണ്ടില്ലേ ചീറ്റ, അതുപോലെ ടൈഗർ, വളരെ നല്ല ഇതാണ്. ശരിക്കും ഇത് ഒറിജിനൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ശരിക്കും കാണാവുന്നതാണ് കേട്ടോ. പോണ വഴിക്ക് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, അതാണ് പേടി. അപ്പൊ ഈ കണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്, ഈ ചുറ്റിനും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കറങ്ങാനൊന്നും ആരും വരരുത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഇരിക്കുക, തിരിച്ചു പോവുക, വന്ന് തിരിച്ചു പോവുക. വഴിയിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കും. അപ്പൊ ആ പരിപാടി ചെയ്യരുത്. പിന്നെ ആനയും മറ്റുള്ള സാധനങ്ങളും ഉള്ളത് കൊണ്ട് അവര് തന്നെ അതിന്റെ നടപടിയൊക്കെ എടുക്കും, വന്യമൃഗങ്ങള്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും മുതിരണ്ട. അവിടെ വന്ന് വണ്ടി വഴിയിലൊന്നും നിർത്താതെ വന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. അപ്പോ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ആ ട്രക്കിങ്ങിന് പോയ വണ്ടിയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരു വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഇത്രയും സമയമൊക്കെ വനത്തിനുള്ളിലൂടെ ഒക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അവരെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണമെങ്കിൽ. എന്ന് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നന്നായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അകത്ത് പോകാം. അപ്പൊ വനത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന, പുലി, കടുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കരടീനൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഇന്നാള് കരടീനെ കണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് പല സാധനങ്ങളും കാണാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഈ പോയി വന്നവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, അവരോട് ചോദിച്ചു നോക്കാം. कौन सा एनिमल क्या अंदर? सांबाड़ी है। संबाड़ी है, संबाड़ी, एलिफेंट। एलिफेंट, ओके। हाँ, अच्छा है। तो कितना टाइम अंदर जाएगा? 1 घंटे के लिए। 1 घंटा, 1 മണിക്കൂർ മുന്നേ ഇവിടെ അടുത്ത് പോയതാണ്. ഇപ്പോഴാണ് കറങ്ങി തിരിച്ചു. എന്തൊക്കെയാ കണ്ടത്? ആനയും പിന്നെ സമ്പാടിയും, മീൻസ് കരടി, പന്നി, മാന് ഓ മാനാണ്. സമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനാണ്. എന്താ പറയാ, മ്ലാവ് എന്ന് പറയുന്ന സാധനം തോന്നുന്നുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, നിങ്ങൾ എവിടെയെന്ന് വെച്ചു? कर्नाटका। कर्नाटका, हुबली। हाँ, ओके ओके। फर्स्ट टाइम आया?
അപ്പൊ അങ്ങനെയാണ് ഇവര് ഇവിടെ വന്നിട്ട് സംതൃപ്തരാണ്. ആനേനും വണ്ടിയും വലി അപ്പൊ അവര് കണ്ടിരിക്കുന്നതേ ഈ മലമാനാണെന്ന് തോന്നുന്നുണ്ട്. സാമ്പാടിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സാമ്പാടിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയും പ്ലാവ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ അത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ട് ഭയങ്കര കുമ്പൊക്കെ ആയിട്ടുള്ള സാധനം, അതാകാനാണ് സാധ്യത. പിന്നെ ആനേനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ പല സാധനങ്ങളും ഉണ്ടാവും. പിന്നെ ഇപ്പം ഇരുടായില്ലേ, മുന്നിൽ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾക്കും അത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന സമയത്ത് പല സാധനങ്ങളും റോഡ് സൈഡിൽ വഴിയരികിൽ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. തിരിച്ചു പോകുന്ന സമയത്ത് കാണുമെന്നൊന്നും അറിയില്ല. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം, തിരിച്ചു പോകാം. എന്താ അറിയോ, ഇതേപോലെയുള്ള വലിയ വണ്ടികളിലൊക്കെ പുറകിൽ പോവുകയാണെങ്കിൽ ആനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും വലിയ എസ്കേപ്പ് ആവും. ഓക്കെ, വണ്ടി ഓക്കെ. എന്തായാലും അറിയുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. ഇത്രേ എനിക്ക് ആവുള്ളൂ മക്കളെ. അതെ, ചാനൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടിയും മലയാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു, അടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇന്നും ഇപ്പോൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ട്രെക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വന്നതിൽ ഇത്രയൊക്കെ തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കണം നിർബന്ധമായിട്ടും. എന്നാലാണ് നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. ഓക്കെ, ലൈവിലൊക്കെ വന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി പോകുന്ന വഴിക്ക് ഇനി ആന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മൃഗങ്ങളെ കാണുകയാണെങ്കിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.